നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തീരുമ്പോൾ പണി കിട്ടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്. കൂടെയുള്ളവർ വാ തുറക്കുന്നത് മുഖ്യനെ എയറിൽ കയറ്റാൻ വേണ്ടി മാത്രമാണ്. KT ജലീൽ ഒരു പരാമർശം നടത്തിയത് വലിയ പൊട്ടിത്തെറിക്ക് വഴിവെച്ചിരിക്കുകയാണ്. ജലീലിൻ്റെ പ്രസ്താവന അത് പാർട്ടിയുടെ പ്രസ്താവനയാണോ? ജലീലിൻ്റെ നിലപാടിനോട് പാർട്ടി യോജിക്കുന്നുണ്ടോ? മുഖ്യമന്ത്രിക്ക് എന്താണ് മറുപടി എന്നുള്ള ചോദ്യങ്ങൾ മുസ്ലിം സംഘടനകൾ ഉയർത്തുകയാണ്. അതായത് സമസ്ത ഉൾപ്പെടെ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ കഴുത്തിന് പിടിക്കുന്ന ഒരു സംഭവമാണ് നടന്നിരിക്കുന്നത്. മദ്രസയിൽ പോയി മതപഠനം നടത്തിയവരാണ് കഞ്ചാവ് MDMA കടത്ത് കേസുകളിലൊക്കെ പിടിയിലാകുന്നതെന്ന് KT ജലീൽ MLA പ്രസംഗത്തിനെതിരെ വലിയ രീതിയിൽ മുസ്ലിം സംഘടനകൾ ഇപ്പോൾ ഇളകിയിരിക്കുകയാണ്. പാർട്ടിക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്നാണ് എല്ലാവരുടെയും ചോദ്യം. എന്നാൽ അടപടലം പെട്ടിരിക്കുന്നത് പിണറായി വിജയനാണ്. കാരണം തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. ഈ ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നത്, ഇതിനൊക്കെ മറുപടി പറയേണ്ടി വന്നാൽ അതെല്ലാം ബൂമറാങ് പോലെ തിരിച്ചടിക്കുന്നതാണ്. രണ്ടാം പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവാദങ്ങളിൽ നിന്നൊക്കെ പരമാവധി ഒഴിഞ്ഞു നിൽക്കാനാണ് പിണറായി വിജയൻ ശ്രമിക്കുന്നത്. എന്നാൽ അതിന് കൂടെയുള്ളവർ സമ്മതിക്കുന്നില്ല. മുഖ്യമന്ത്രിയെ പിടിച്ച് എല്ലാവരുടെയും വായിലിട്ട് കൊടുക്കുകയാണ് എല്ലാവരും. വലിയ ബോംബാണ് KT ജലീൽ പൊട്ടിച്ചത്. മതത്തിന്റെ പേരിൽ വേർതിരിച്ചു കാണേണ്ട വിഷയമല്ല ഇതെന്നും ഇത്തരം അഭിപ്രായങ്ങൾ മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നവരെ സഹായിക്കുമെന്നുമാണ് സമസ്ത ഇപ്പോൾ KT ജലീലിന് മറുപടി കൊടുത്തിരിക്കുന്നത്. മലപ്പുറത്തെ ഇഫ്താർ സംഗമത്തിൽ KT ജലീലിന്റെ പ്രസംഗമാണ് വിവാദമായത്. മതപഠനമോ മതവിദ്യാഭ്യാസമോ കിട്ടാത്ത മറ്റ് സമുദായങ്ങളിലെ ചെറുപ്പക്കാർക്കുള്ള ധാർമ്മിക ബോധം പോലും മുസ്ലിം സമുദായത്തിലെ ആളുകൾക്കുണ്ടാകുന്നില്ല എന്നായിരുന്നു KT ജലീൽ കുറ്റപ്പെടുത്തിയത്. ജലീലിന്റെ വാദം സമസ്ത പാടെ തള്ളിക്കളഞ്ഞിരിക്കുകയാണ്. കുറ്റകൃത്യങ്ങളെ കുറ്റകൃത്യങ്ങളായി കാണുന്നതിന് പകരം അതിൽ മതം കലർത്തുന്നത് ശരിയല്ല എന്ന് സമസ്ത നേതാവ് സത്താർ പന്തല്ലൂർ പറഞ്ഞു. മുജാഹിദ് സംഘടനയുടെ യുവജന വിഭാഗമായ വിസ്ഡം ഗ്രൂപ്പിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സെമിനാറിൽ ജലീൽ പങ്കെടുത്തപ്പോൾ നടത്തിയ പ്രസംഗമാണ് കൈവിട്ടുപോയത്. നേരത്തെ സ്വർണ്ണക്കടത്തിലടക്കമുള്ള കാര്യങ്ങളിൽ മതനേതൃത്വം ഇടപെടണമെന്ന് ജലീൽ പറഞ്ഞതും വിവാദമായിരുന്നു. ജലീലിന്റെ പ്രസംഗത്തിലുണ്ടായിരുന്ന പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്. നമ്മൾ ഒരു പഠനം നടത്തി നോക്കുക. ഇപ്പോൾ MDMA കൈവശം വെച്ചതിന്, കഞ്ചാവ് കടത്തിയതിനൊക്കെ പിടിക്കപ്പെടുന്ന ആളുകളെ പരിശോധിച്ചാൽ അവർ എല്ലാവരും മദ്രസകളിൽ പോയിട്ടുണ്ട്. സത്യത്തിൽ ഏറ്റവും അധികം ധാർമ്മികമായി മുന്നിൽ നിൽക്കേണ്ടത് മുസ്ലിങ്ങളാണ്. കാരണം മുസ്ലിങ്ങളെ പോലെ മതവിദ്യാഭ്യാസം, മതപഠനം, ധാർമ്മിക പഠനം എന്നിവ കിട്ടുന്ന മറ്റൊരു വിഭാഗം ഈ രാജ്യത്തില്ല. ഹിന്ദു കുട്ടികൾക്ക് ഒരു തരത്തിലുമുള്ള മതവിദ്യാഭ്യാസവും അവരുടെ ചെറുപ്പകാലത്ത് കിട്ടുന്നില്ല. അവരോട് ആരാണ് പറഞ്ഞു കൊടുക്കുന്നത്? നിങ്ങൾ കളവ് നടത്തരുത്, നിങ്ങൾ മദ്യപിക്കരുത്, നിങ്ങൾ ഇത്തരത്തിലുള്ള ലഹരി സാധനങ്ങൾ കൊണ്ട് നടക്കരുത് എന്ന്. അവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇതൊന്നും ഒരു പുരോഹിതനിൽ നിന്ന് കേൾക്കാൻ കഴിഞ്ഞിട്ടുമില്ല. അങ്ങനെ ഒരു മദ്രസയിലോ ഒരു ക്ഷേത്ര പാഠശാലയിലോ പോകാത്ത സഹോദര സമുദായങ്ങൾ പുലർത്തുന്ന ആ ഒരു ധാർമ്മിക ബോധം പോലും മദ്രസയിൽ പോകുന്നു എന്ന് പറയുന്ന മുസ്ലിം സമുദായത്തിൽ നിന്നുണ്ടാകുന്നില്ല എങ്കിൽ അതെന്താണ് എന്നതിനെ സംബന്ധിച്ച് പരിശോധിക്കേണ്ടതാണ്. ഞാനൊരു 10-12 വർഷക്കാലം കോളേജ് അധ്യാപകനായിരുന്നു. എനിക്കറിയാം, ഇവിടെ അധ്യാപകന്മാർ ഉണ്ടാകും. നമുക്ക് സത്യസന്ധമായി നമ്മുടെ നെഞ്ചത്ത് കൈവച്ച് പറയാൻ സാധിക്കുമോ? അച്ചടക്കത്തിന്റെ കാര്യത്തിൽ, അധ്യാപകരെ ബഹുമാനിക്കുന്ന കാര്യത്തിൽ മുന്നിൽ മുസ്ലിം കുട്ടികളാണോ? മുസ്ലിം കുട്ടികൾക്ക് ഇതൊക്കെ മതപഠനശാലകളിൽ നിന്ന് നൽകപ്പെടുന്നുണ്ട്, പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷേ അവരാണോ ഇതൊന്നും ചെറുപ്പകാലത്ത് ആരും പറഞ്ഞു കൊടുക്കാത്ത മറ്റ് സമുദായങ്ങളിൽ പെടുന്ന കുട്ടികളാണോ കൂടുതൽ അച്ചടക്കമുള്ളവരായി കോളേജുകളിലും സ്കൂളുകളിലും ഉള്ളത്? എന്തോ ഒരു തകരാറ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനെ നമ്മൾ എല്ലാവരും വേണ്ട വിധം പരിശോധിച്ച് അതിനെ നേരിട്ടില്ലെങ്കിൽ അതുകൊണ്ടുണ്ടാകുന്ന പ്രത്യാഘാതം വളരെ വലുതാണ്. ആ കാര്യത്തിൽ എല്ലാവരും ശ്രദ്ധ പതിപ്പിക്കേണ്ടതുണ്ട്. പണത്തോടുള്ള ആർത്തിയാണ്, മോഹമാണ് ഇതിനൊക്കെ പ്രേരിപ്പിക്കുന്നത്. എന്തിനാണ് MDMA കടത്തുന്നത്? എന്തിനാണ് ലഹരി വസ്തുക്കൾ കടത്തുന്നത്? അതവർ വിൽപ്പന നടത്തുന്നതും അതിൻ്റെ കാരിയർമാരാകുന്നതും പണം കിട്ടാൻ വേണ്ടിയാണ്. സ്വർണം പണം കിട്ടാൻ വേണ്ടി നാം കൊണ്ടുവരുന്നു. ലഹരി വസ്തുക്കൾ പണം കിട്ടാൻ വേണ്ടി നാം കടത്തും. അങ്ങനെ ഇതെല്ലാം ഒരു തെറ്റല്ലാത്ത കാര്യമാണ് എന്ന നിലയിലാണ് പൊതുസമൂഹം കരുതുന്നതും
വെള്ളിയാഴ്ച കുത്തുബകളിൽ പറഞ്ഞു കൊടുക്കേണ്ടത് പുതിയ കാലത്ത് ഈ കാര്യങ്ങളെക്കുറിച്ചാണ്. ധനത്തോടുള്ള ആർത്തി അവസാനിപ്പിക്കണം, പണത്തോടുള്ള മോഹമില്ലാതാക്കണം. അതുമാത്രമാണ് ഇതൊക്കെ തടയാനുള്ള ആത്യന്തികമായ വഴി എന്ന് പറയുന്നത്. നമ്മൾ ഓരോരുത്തരും നമുക്ക് കഴിയുന്നത് പോലെ മാതൃകകളാകാൻ ശ്രമിക്കുക. ചെറുപ്പക്കാർക്ക് ആരെയും വിശ്വാസമില്ലാത്ത സ്ഥിതിയാണ്. ആരെ വിശ്വസിക്കും അവർ? കാരണം ഇതൊക്കെ പറയുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ തന്നെ വളരെ മോശമായിട്ടുള്ള ജീവിത രീതികൾ അവലംബിക്കുന്നു. ഞാനൊരു പൊതുപ്രവർത്തകനാണ്, ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണ്. ഞാൻ എന്നാൽ കഴിയുന്ന രൂപത്തിൽ തെറ്റിൽ നിന്ന് അകന്നു നിൽക്കാൻ ശ്രമിക്കും, അകന്നു നിൽക്കുക. അങ്ങനെ പൂർണ്ണമായും അകന്നു നിൽക്കാൻ പറ്റുമെന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണം. മദ്രസ വിദ്യാഭ്യാസം ഇപ്പോൾ ഇല്ല എന്ന് തന്നെ പറയാം. എല്ലാവരും സ്കൂളിൽ വെച്ചിട്ടാണ് മദ്രസ വിദ്യാഭ്യാസം കൊടുക്കുന്നത്. അതിൻ്റെ ഒരു കുഴപ്പമുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ വെറുതെ ഒരു സംശയം പ്രകടിപ്പിച്ചു എന്ന് മാത്രം. പരമ്പരാഗതമായ മദ്രസ സിസ്റ്റം തന്നെ ഇല്ലാതാകുകയാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, സിലബസിൽ വല്ല മാറ്റവും വരുത്തേണ്ടതുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ വിസ്ഡം പോലുള്ള സംഘടനകൾ ആലോചിക്കണം എന്നുകൂടി ഈ സന്ദർഭത്തിൽ ഓർമ്മിപ്പിക്കുന്നു. ഇങ്ങനെയായിരുന്നു KT ജലീൽ തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഈ പ്രസംഗമാണ് വലിയ വിവാദമായി മാറിയിരിക്കുന്നതും ഇപ്പോൾ പിണറായിക്ക് വലിയ തലവേദനയായി മാറിയിരിക്കുന്നതും. മുസ്ലിം സംഘടനകളുടെ ചോദ്യങ്ങൾക്ക് സർക്കാരും പാർട്ടിയും ഒക്കെ ഇനി മറുപടി പറയേണ്ടി വരുന്ന അവസ്ഥയാണ്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.